എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇത്തവണത്തെ അയർലൻഡ് പര്യടനം. ലോക ചാമ്പ്യന്മാർ എന്ന് അഹങ്കരിക്കുന്ന ഇന്ത്യയെ 2-0 വരെ എന്ന സ്കോറിൽ നാണംകെട്ട രീതിയിൽ തൂത്തുവാരിക്കൊണ്ടാണ് ഐറിഷ് പട ക്രിക്കറ്റ് ലോകത്തെയാകെ അമ്പരപ്പിച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ തോൽവിയല്ല, മറിച്ച് ഇന്ത്യൻ ടീമിന്റെ നിലവാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ വീഴ്ചയാണ്. ഒരു പരിശീലന മത്സരം കളിക്കുന്ന ലാഘവത്തോടെ മൈതാനത്തിറങ്ങിയ ഇന്ത്യൻ ടീം വളരെ നിസ്സാരമായി പരമ്പര സ്വന്തമാക്കാമെന്ന അതിമോഹത്തിലായിരുന്നു. എന്നാൽ ക്രിക്കറ്റ് അത്ര ലളിതമല്ല എന്ന് അയർലൻഡ് ടീം ഇന്ത്യയെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഒരു ഫോർമാറ്റിലും മുൻപൊരിക്കലും ഇന്ത്യയെ തോൽപ്പിക്കാൻ സാധിക്കാത്ത ഐറിഷ് ടീം ഇത്തവണ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഒരു വൻ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്രയും വലിയൊരു തകർച്ച ഇന്ത്യക്ക് നേരിട്ടു എന്നത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ആദ്യത്തെ പ്രധാന കാരണം ബെൽഫാസ്റ്റിലെ അസാധാരണമായ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ നമ്മുടെ താരങ്ങൾക്ക് സാധിച്ചില്ല എന്നത് തന്നെയാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ കളിക്കുമ്പോൾ ലഭിക്കുന്ന ഫ്ളാറ്റ് പിച്ചുകളിലും അനുകൂലമായ സാഹചര്യങ്ങളിലും ശീലിച്ച ഇന്ത്യൻ താരങ്ങൾക്ക് അവിടുത്തെ കാലാവസ്ഥയും പിച്ചും വലിയൊരു വെല്ലുവിളിയായി മാറി. ഫ്ളാറ്റ് പിച്ചുകൾക്ക് പകരം സീം മൂവ്മെന്റും ബൗൺസും ഒരുപോലെ ലഭിക്കുന്ന പിച്ചുകളായിരുന്നു അയർലൻഡിലേത്. ഇതുകൂടാതെ മൈതാനത്ത് ഇടയ്ക്കിടെ വീശിയടിക്കുന്ന ശക്തമായ കാറ്റും ഇന്ത്യൻ ബാറ്റർമാരെ വല്ലാതെ അസ്വസ്ഥരാക്കി. കാറ്റിന്റെ ദിശ മനസ്സിലാക്കാതെയും പിച്ചിലെ വേഗതയെ അതിജീവിക്കാനാവാതെയും നമ്മുടെ ബാറ്റർമാർ വിയർത്തു. കേവലം കൈക്കരുത്തുകൊണ്ട് മാത്രം അവിടെ വമ്പൻ ഷോട്ടുകൾ കളിക്കാൻ കഴിയില്ല എന്ന് പലരും തിരിച്ചറിഞ്ഞില്ല. ബൌളർമാർ പന്ത് സ്വിംഗ് ചെയ്യിപ്പിക്കുമ്പോൾ അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനു പകരം അനാവശ്യമായ വലിയ ഷോട്ടുകൾക്ക് മുതിർന്നതാണ് പലരെയും പുറത്താക്കിയത്. ഇതിനൊപ്പം എടുത്തുപറയേണ്ട മറ്റൊരു കാര്യം ഐറിഷ് ടീമിന്റെ മികച്ച ഹോംവർക്കാണ്. ഇന്ത്യൻ താരങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തിയ ശേഷം അവർ ഒരുക്കിയ കെണിയിൽ നമ്മുടെ കളിക്കാർ അറിഞ്ഞോ അറിയാതെയോ വീഴുകയായിരുന്നു. ബാറ്റിംഗിന് സൗകര്യപ്രദമല്ലാത്ത ഗ്രൗണ്ടിലെ ദൈർഘ്യം കൂടിയ ഭാഗത്തേക്ക് ഷോട്ടുകൾ കളിക്കാൻ അവർ ഇന്ത്യൻ താരങ്ങളെ നിരന്തരം പ്രലോഭിപ്പിച്ചു. ഈ കെണി മനസ്സിലാക്കാൻ പോലും കഴിയാതെ അത്തരം ഏരിയകളിലേക്ക് ഷോട്ട് കളിച്ചവരെല്ലാം ഫീൽഡർമാരുടെ കൈകളിൽ പന്തെത്തിച്ച് ക്രീസ് വിടേണ്ടി വന്നു. തന്ത്രപരമായ ഈ പിഴവ് വലിയൊരു തിരിച്ചടിയായി മാറി. ICC T20 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിലൂടെ ആരാധകരുടെ മനം കവർന്ന ഇന്ത്യൻ ടീമിന് എന്തുപറ്റി? സമീപകാലത്ത് ഇന്ത്യയുടെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ എന്നീ മൂവർ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യയുടെ നട്ടെല്ല്. എന്നാൽ ഇത്തവണ ഈ മൂവർ സംഘം പൂർണ്ണമായും ഫ്ലോപ്പായി. ഒരാൾ പരാജയപ്പെട്ടാൽ മറ്റൊരാൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ടീമിനെ രക്ഷിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി. 3 പേരും ഒരുപോലെ പരാജയപ്പെട്ടത് ടീമിനെ വലിയ പ്രതിസന്ധിയിലാക്കി. സഞ്ജു സാംസൺ ആദ്യ കളിയിൽ വെറും 5 റൺസിന് പുറത്തായപ്പോൾ രണ്ടാം കളിയിൽ ഗോൾഡൻ ഡെക്കായി പവലിയനിലേക്ക് മടങ്ങി. അഭിഷേക് ശർമ്മ ആദ്യ മത്സരത്തിൽ 49 റൺസ് നേടിയെങ്കിലും രണ്ടാം മത്സരത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോലും സാധിച്ചില്ല. ഇഷാൻ കിഷന്റെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. ആദ്യ കളിയിൽ 1, രണ്ടാം കളിയിൽ 12 റൺസ് എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്കോറുകൾ. ടോപ്പ് ഓർഡർ ഇങ്ങനെ തകർന്നടിയുമ്പോൾ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കെങ്കിലും വലിയൊരു ഇന്നിംഗ്സ് കളിക്കാൻ സാധിക്കണമായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ശ്രേയസ് സമ്പൂർണ്ണ പരാജയമായി. 2 കളികളിൽ നിന്നായി വെറും 13 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. ലോകോത്തര ടീമായ ഇന്ത്യയുടെ ടോപ്പ് 4 ഇത്രയും വലിയ ദുരന്തമായി മാറിയാൽ പിന്നെ ജയിക്കുക എന്നത് അസാധ്യമാണ്. ബാറ്റിംഗിലെ പരാജയം മാത്രമല്ല, ഫീൽഡിംഗിലെ കടുത്ത വീഴ്ചകളും ഇന്ത്യയെ തോൽവിയിലേക്ക് നയിച്ചു. ആകെ നഷ്ടപ്പെടുത്തിയ 6 ക്യാച്ചുകൾ. ഓരോ കളിയിലും 3 വീതം അനായാസ ക്യാച്ചുകൾ താഴെയിട്ടാൽ ലോകത്തെ ഏത് ടീമിനോടും പരാജയപ്പെടും. ആദ്യ T20യിൽ ടിം ടെക്ടറുടെ ക്യാച്ച് ശിവം ദുബെ കൈവിട്ടത് മുതൽ തുടങ്ങിയ പാളിച്ചകൾ തുടരുകയായിരുന്നു. അഭിഷേക് ശർമ്മ ഗരേത് ഡെലാനിയുടെ ഒരു ലളിതമായ ക്യാച്ച് ലോങ് ഓണിൽ പാഴാക്കിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ലോർക്കൻ ടക്കറുടെ ക്യാച്ചും നഷ്ടപ്പെടുത്തി. ഈ പിഴവുകളില്ലായിരുന്നെങ്കിൽ കളി വേറെ രീതിയിൽ മാറിയേനെ. തങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ ഐറിഷ് ടീം മുതലെടുത്തു. ടക്കറും ഡെലാനിയും ചേർന്ന് സ്കോർ ബോർഡ് ഉയർത്തിയത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെ തന്നെ തകർത്തു. ആധുനിക ക്രിക്കറ്റിൽ ഇത്രയും വലിയ ഫീൽഡിംഗ് പിഴവുകൾ ഒരു അന്താരാഷ്ട്ര ടീമിന് ഒട്ടും ഭൂഷണമല്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ നാണക്കേട് വെറും ഒരു പരമ്പര നഷ്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മുന്നോട്ടുള്ള യാത്രയിൽ ടീം മാനേജ്മെന്റ് വലിയ ചില തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. സാഹചര്യങ്ങളെ കൃത്യമായി പഠിക്കാനും ബൌളർമാർക്കും ബാറ്റർമാർക്കും ഒരുപോലെ ആത്മവിശ്വാസം നൽകാനും ഇനിയെങ്കിലും ടീമിന് സാധിക്കണം. ഈ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത പരമ്പരയിൽ തിരിച്ചുവരാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. ഈ പരാജയം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. ടീമിന്റെ മൊത്തത്തിലുള്ള സമീപനത്തിൽ മാറ്റങ്ങൾ വരാതെ ഇത്തരം നാണക്കേടുകൾ ആവർത്തിക്കപ്പെടും. എന്തായാലും ഈ പരമ്പര ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ബാറ്റിംഗ് നിര ഇങ്ങനെ തകർന്നടിയാൻ കാരണമെന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.